കോഴിക്കോട് കുറ്റിക്കാട്ടൂരിൽ ബൈക്കിൽ പെട്രോൾ തീർന്നതിനെ തുടർന്ന് ഷെഡിൽ കയറി നിന്ന യുവാവ് ഇരുമ്പ് കമ്പിയിൽ നിന്ന് ഷോക്കേറ്റ് മരിച്ചു. AWH എഞ്ചിനീയറിംഗ് കോളേജ് ജംഗ്ഷനിലുള്ള സ്വകാര്യ വ്യക്തിയുടെ ഷെഡിൽ നിന്ന് ഷോക്കേറ്റാണ് പുതിയോട്ടിൽ അലി മുസ്ലിയാരുടെ മകൻ മുഹമ്മദ് റിജാസ് മരിച്ചത്. ജോലി കഴിഞ്ഞ് രാത്രി 1 മണിയോടെ തിരികെ വരുന്നതിനിടെ ബൈക്കിലെ പെട്രോൾ തീർന്ന ബൈക്ക് ഷെഡിലേക്ക് മാറ്റിവെക്കാൻ കയറിയപ്പോഴാണ് ഷെഡിന്റെ ഇരുമ്പ് തൂണിൽ നിന്ന് ഷോക്കേറ്റത്. കഴിഞ്ഞ 17-ാം തീയതി തന്നെ സർവീസ് ലൈനിൽ നിന്ന് ഷെഡിലേക്ക് വൈദ്യുതി പ്രവാഹമുണ്ടെന്ന കാര്യം കോവൂർ KSEB സെക്ഷൻ ഓഫീസിലേക്ക് ഫോണിലും തുടർന്ന് രേഖാമൂലവും കെട്ടിട ഉടമയും പരാതി നൽകിയതാണ്. ഉദ്യോഗസ്ഥൻ വന്നു നോക്കി പോയി എന്നതല്ലാതെ തുടർന്ന് നടപടികൾ സ്വീകരിച്ചിരുന്നില്ല. ഇതേ ഇരുമ്പ് തൂണിൽ നിന്ന് ഷോക്കേറ്റ പ്രദേശവാസികളും ഫോണിൽ KSEB ഉദ്യോഗസ്ഥരെ ഇക്കാര്യം അറിയിച്ചിരുന്നു. എന്നാൽ യാതൊരു നടപടിയും ഉണ്ടായില്ലെന്ന് നാട്ടുകാർ പറഞ്ഞു. +2 ഡിഗ്രി കഴിഞ്ഞവർക്ക് വേൾഡ്സ് ഫസ്റ്റ് AR/VR ക്ലാസ് റൂമിലൂടെ സ്മാർട്ട് ഫോൺ എഞ്ചിനീയർ ആവാം. കൂടുതൽ അറിയാൻ വിളിക്കൂ ബ്രിഡ്കോ ആൻഡ് ബ്രിഡ്കോ. മരിച്ച 18 വയസ്സുകാരനായ മുഹമ്മദ് റിജാസിന്റെ മാതാവ് നദീറ, സഹോദരങ്ങൾ റാഷിദ്, റാഫി, റഹ്സാന എന്നിവരാണ്. ഷോക്കേറ്റ് നിൽക്കുന്ന മുഹമ്മദ് റിജാസിനെ രക്ഷപ്പെടുത്താൻ ശ്രമിച്ച സഹോദരൻ റാഫിക്കും ഷോക്കേറ്റിരുന്നു. മഴ പെയ്തപ്പോൾ ഉണ്ടായ പ്രശ്നമാണ് ഷോക്കേൽക്കാൻ കാരണമെന്നാണ് നിഗമനം. സംഭവത്തിൽ വിശദമായ പരിശോധനയും അന്വേഷണവും നടത്തുമെന്ന് കോവൂർ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ സന്തോഷ് അറിയിച്ചു. സംഭവത്തിൽ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്ന് വീഴ്ചയുണ്ടായിട്ടുണ്ടെങ്കിൽ ശക്തമായ നടപടിയെടുക്കുമെന്നും വിശദമായ അന്വേഷണം നടത്താൻ ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റിനെ ചുമതലപ്പെടുത്തിയെന്നും വൈദ്യുതി മന്ത്രി K കൃഷ്ണൻകുട്ടി അറിയിച്ചു. റിജാസിന്റെ മരണത്തിന് കാരണം KSEB ആണെന്ന് ആരോപിച്ച് അനാസ്ഥക്കെതിരെ കോവൂർ KSEB ഓഫീസ് യൂത്ത് കോൺഗ്രസ് ഉപരോധിച്ചു. മരണത്തിന് പിന്നിൽ KSEBയുടെ അനാസ്ഥയാണെന്ന് നാട്ടുകാരും ബന്ധുക്കളും ആരോപിച്ചു. മരണത്തിന് ഉത്തരവാദി KSEB ഉദ്യോഗസ്ഥരാണ് എന്ന് റിജാസിന്റെ ബന്ധുക്കളുടെ ആരോപണം. സംഭവത്തിന് പിന്നാലെ കടയുടെ വൈദ്യുതി ബന്ധം വിച്ഛേദിച്ചതല്ലാതെ ഉദ്യോഗസ്ഥർ ഒന്നും ചെയ്തിട്ടില്ലെന്നും നാട്ടുകാർ ആരോപിച്ചു. 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി അൽ സലാമ ഹൈ ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ.